നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച വരെ മഴ തുടരും. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. പ്രളയക്കെടുതി നേരിടാൻ പ്രത്യേക സന്നാഹം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മഴക്കെടുതി നേരിടുന്നതിൽ വീഴ്ച പറ്റിയെന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിവാദ ഹെലികോപ്റ്റർ യാത്രയിലും വിരുന്ന് സൽക്കാരത്തിലും വിശദീകരണം. സ്വകാര്യ ആവശ്യത്തിനല്ല ഹെലികോപ്റ്റർ യാത്ര നടത്തിയത് എന്നും ഖജനാവിന് ഒരു ബാധ്യതയും വരുത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. കഴിഞ്ഞ പ്രളയകാലത്ത് മുൻ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നോ എന്നും പരിഹാസം. എസ് ശ്രീജിത്തിന്റെ സ്ഥാനക്കയറ്റത്തിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. ആരോപണം നേരിടുന്ന ആൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ തിടുക്കമെന്തെന്ന് കോടതി. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളപ്പോൾ സ്ഥാനക്കയറ്റം ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നും വിജിലൻസ് ക്ലിയറൻസ് വേണമെന്നും കോടതി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിലെ ഒന്നാം പ്രതി കെ.എ. രതീഷ് പദവികൾ ഒഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനവും റൂട്രോണിക്സ് MD സ്ഥാനവും ഉൾപ്പെടെ രാജിവെച്ചു. നടപടി ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ. പ്രതിസന്ധികളെ നിയമപരമായി നേരിടുമെന്ന് കെ.എ. രതീഷ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകർക്ക് ജാമ്യം. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. പ്രതികളുടേത് ഗൗരവമുള്ള കുറ്റമാണെങ്കിലും വധശ്രമ കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷണം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഓഗസ്റ്റ് 7 വരെ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നിലവിൽ പലയിടത്തും ദുരിതം ഒഴിഞ്ഞിട്ടില്ല. ഈ മഴ മൂലമുള്ള എങ്ങനെയൊക്കെയാണ് പുതിയ അലർട്ടുകളും അതുപോലെ തന്നെ ജാഗ്രതയും ഒക്കെ? അമ്പിളി, മഴ ശക്തമായി തന്നെ വരും മണിക്കൂറുകളിലും തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. ഇനിയുള്ള വരുന്ന 3 മണിക്കൂറുകൾ, അതായത് ഇപ്പോൾ 4 മണിയോടുകൂടിയാണ് ആ അറിയിപ്പ് വന്നിരിക്കുന്നത്. 7 മണി വരെ പല ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത തന്നെ പറയുന്നു. ഒപ്പം ഇപ്പോൾ പ്രഖ്യാപിച്ച 1 മണിയോടുകൂടി നാളത്തെയും ഇന്നത്തെയുമായിട്ടുള്ള കാലാവസ്ഥ പ്രവചനം നടത്തിയതിൽ വ്യക്തമാക്കുന്നത് 12 ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം, കൊല്ലവും ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന മണിക്കൂറുകളിലും ശക്തമായിട്ടുള്ള മഴ തന്നെയാവും ഉണ്ടാവുക എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല, ഈ 2 ദിവസങ്ങളിലായി മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ശക്തമായിട്ടുള്ള കാറ്റിനുള്ള സാധ്യതയുണ്ട്. അത് 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ചില ഘട്ടങ്ങളിൽ അത് 65 കിലോമീറ്റർ വരെ വേഗതയിലേക്കുള്ള കാറ്റായി മാറാനുള്ള സാധ്യതയും കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ള മുന്നറിയിപ്പിൻ്റെ ഭാഗമായി തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മഴ ഏതാണ്ട് ഒരു കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും മഴ മൂലമുണ്ടായിട്ടുള്ള ആ ഒരു കെടുതികൾ ഇപ്പോഴും തന്നെ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പല സ്ഥലങ്ങളിലും ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം തന്നെ ഇപ്പോഴും മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുമുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും പാലിക്കണം എന്നുള്ളതാണ് പ്രധാനമായും നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. അതായത് ഓഗസ്റ്റ് 3 മുതൽ, അതായത് ഇന്ന് മുതൽ 7-ാം തീയതി വരെ ശക്തമായിട്ടുള്ള ഒറ്റപ്പെട്ട രീതിയിലുള്ള മഴ സംസ്ഥാനത്ത് പല ജില്ലകളിലും ഉണ്ടാകും എന്നുള്ളൊരു അറിയിപ്പ് കൂടിയുണ്ട്. അതിന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത് തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അത് തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ അത് വ്യാപിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ന്യൂനമർദ്ദ പാത്തിയായി തന്നെ രൂപപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓഗസ്റ്റ് 3 മുതൽ 7 വരെ, അതായത് ഇന്ന് മുതൽ 7-ാം തീയതി വരെ നേരിയതോ ശക്തമായിട്ടുള്ളതോ ആയ മഴയ്ക്കുള്ള സാധ്യത സംസ്ഥാനത്തുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള കാറ്റിനുള്ള സാധ്യതയും വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായ രീതിയിൽ പാലിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അമ്പിളി,
ശരി, തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വരുന്ന 3 മണിക്കൂറിൽ പലയിടത്തും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്. റാന്നിയിൽ പ്രളയജലം ഇറങ്ങിയതോടെ ജനങ്ങളുടെ ഭീതി അകന്നെങ്കിലും പ്രളയാവിഷ്ടങ്ങൾ സൃഷ്ടിച്ച വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് നാട്. കച്ചവട സ്ഥാപനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും മുന്നിൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക്കും ചപ്പ് ചവറുകളുമാണ് അടിഞ്ഞുകൂടിയത്. റാന്നിയെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശുചീകരണ യജ്ഞത്തിലാണ് ജനപ്രതിനിധികളും വ്യാപാരികളും സന്നദ്ധ പ്രവർത്തകരും. വെള്ളപ്പൊക്കം സൃഷ്ടിച്ച ഭീതിജനകമായ അന്തരീക്ഷം ഒഴിഞ്ഞെങ്കിലും റാന്നി ടൗണും സമീപ പ്രദേശങ്ങളും മാലിന്യക്കയമായി മാറിയിരിക്കുകയാണ്. ഇട്ടിയപ്പാറ ടൗൺ, ബസ് സ്റ്റാൻഡ്, മാമൂട്, റാന്നി, പേട്ട തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ടൺ കണക്കിന് പ്ലാസ്റ്റിക്കും മറ്റ് ചപ്പുചവറുകളുമാണ് അടിഞ്ഞുകൂടിയത്. കടകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഉപയോഗശൂന്യമായ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതും ശ്രമകരമായ ദൗത്യമാണ്. ധാരാളം മാലിന്യങ്ങൾ ഈ കടകൾക്കെല്ലാം വന്നിരിക്കുന്ന നാശനഷ്ടങ്ങൾ, അവർക്ക് വെള്ളം കയറിപ്പോയ സാധനങ്ങൾ, ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് ജനപ്രതിനിധികളും ഹരിതകർമ്മസേന അംഗങ്ങളും ജീവനക്കാരോട് ചേർന്ന് ഇന്നലെ മുതൽ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചതാണ്. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളം കയറി, ഇന്നലെ രാവിലെ മുതലേ ബസ് സ്റ്റാൻഡും പരിസരവും എല്ലാം ക്ലിയർ ചെയ്തു. കടകളിൽ പിന്നെ ഈ വെള്ളം കയറി നശിച്ച സാധനങ്ങളെല്ലാം ശേഖരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ പ്രവൃത്തിയാണ്ട് രാത്രി 9 മണിയോളം നമുക്ക് നീണ്ടു. ദുരന്തമുഖത്ത് പ്രതിസന്ധികൾക്കിടയിലും പ്രത്യാശയാകുന്നത് നാടൊന്നാകെ കൈകോർക്കുന്ന കാഴ്ചയാണ്. പഞ്ചായത്ത് ഭരണസമിതിക്കൊപ്പം ഹരിതകർമ്മസേന, NSS വളണ്ടിയർമാർ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ എന്നിവരെല്ലാം ശുചീകരണ ദൗത്യത്തിൽ സജീവമായി രംഗത്തുണ്ട്. ഹരിതകർമ്മസേനയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക. വെള്ളം കയറിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് പല വീടുകളിലേക്കും പോകാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മൾ ഏകദേശം ഒരു 15ഓളം വീടുകൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ വെള്ളം ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ടീം അംഗങ്ങൾ എത്തിയിട്ട് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള ക്ലീനിങ് പ്രോഗ്രാമിൽ നമ്മൾ പങ്കാളികളാവും. വലിയ പ്രതിസന്ധിയാണ് മുന്നിലുള്ളതെങ്കിലും ഒത്തൊരുമയുടെ കരുത്തിൽ റാന്നി പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. കച്ചവട സ്ഥാപനങ്ങളും ടൗണും വീണ്ടെടുത്ത് പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്താമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട. കോട്ടയത്തെ ശക്തമായ മഴയിൽ പലയിടത്തും ജലനിരപ്പ് ഉയരുകയാണ്. ദുരന്ത നിവാരണത്തിന് NDRF സംഘം ജില്ലയിലെത്തിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് പ്രശാന്ത് ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയം ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടും വലിയ പ്രശ്നങ്ങളൊക്കെയാണ്. പലയിടങ്ങളിലും ജലനിരപ്പ് ഉയർന്നു വരുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഉള്ളത് ഏറ്റുമാനൂർ പൂവത്തുമൂട് എന്ന സ്ഥലത്താണ്. ഇതാണ് മറ്റേ മണർകാട് എത്തിച്ചേരുന്ന ബൈപ്പാസ് റോഡാണ്. ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെ കുറച്ചപ്പുറയായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പോലീസ് അവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനപ്പുറത്തേക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല. വലിയ താഴ്ചയിൽ വെള്ളം ഉള്ള ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സും ഒക്കെ ഇവിടെ ഇടപെട്ടുകൊണ്ട് സേവാഭാരതി പ്രവർത്തകരൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് ആളുകളെ കടത്തിക്കൊണ്ട് പോകാൻ, എന്ന് വെച്ചാൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരപ്പുറമുണ്ട്. അവർ ബോട്ട് ഇറക്കിയിട്ടുണ്ട്. റബ്ബർ ബോട്ടൊക്കെ ഇറക്കി ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. ഇവിടെ വളരെ അപകടകരമായ രീതിയിലാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കുട്ടികളെയൊക്കെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ്. നമുക്ക് ഇവിടെ ഏതാനും ഉദ്യോഗസ്ഥരുണ്ട്. സാറ്, ഇവിടെ എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഫയർഫോഴ്സിൻ്റെ എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ഈ പ്രദേശം മൊത്തത്തിൽ വെള്ളത്തിലാണ്. നമ്മുടെ മീനച്ചിലാറിൻ്റെ സൈഡാണ്. അപ്പോൾ 2018 നല്ല രീതിയിൽ വെള്ളം കയറിയ ഏരിയയാണ്. ഏതാണ്ട് ഒരു 3 അടിയോളം അങ്ങോട്ട് കയറി ആ ഒരു ലെവലിലേക്ക് എത്തും. എങ്കിലും നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ ടീമുകൾ 10-20 ഡിങ്കികളായിട്ട് പല പ്രദേശങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മളൊരു 1 കിലോമീറ്ററിനുള്ളിലൂടെ ചെന്ന് ഒരു 10-13 പേരെ രക്ഷിച്ച് ഇവിടെ കയറ്റി നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു കിടപ്പ് രോഗിനെ പൂവത്തുങ്കൽ ആ ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന് കയറ്റിയിട്ടുണ്ട്. ഇപ്പം വീണ്ടും ഒരു രോഗിനെ എടുക്കാൻ വേണ്ടി പോകുന്നു. ഞങ്ങൾ തിരക്കിലാണ്. അപ്പം ഇത് എവിടെ നിന്നുള്ള യൂണിറ്റാണ്? കോട്ടയത്തു നിന്നുള്ള യൂണിറ്റാണോ? ഇത് നിലവിൽ കോട്ടയം നേതൃത്വം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. പല നിലയങ്ങളിൽ നിന്നുണ്ട്. ഇത് എറണാകുളം ഗാന്ധിയാറിൽ നിന്നുള്ള ക്രൂ ആണ്. രണ്ടുപേര് തൃപ്പൂണിത്തറ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ളവരാണ്. വലിയൊരു സന്നാഹം തന്നെ ഉണ്ടോ നമ്മുടേത്? ഈ ഇപ്പം ബോട്ട് ഇറക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വലിയൊരു വിപുലമായ 20ഓളം ഡിങ്കികൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. കൂടാതെ നമ്മുടെ വാട്ടർ റെസ്ക്യൂ അക്കാദമി ഉണ്ട് കൊച്ചി, അവിടെ നിന്നും ഇറക്കിയിട്ടുണ്ട്. പിന്നെ വിവിധ നിലയങ്ങളിലായിട്ടൊരു 10-20 നിലയങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഒരു വിലയിരുത്തൽ ഇപ്പോഴും അലാമിംഗ് സിറ്റുവേഷൻ തന്നെയാണോ? അലാമിംഗ് സിറ്റുവേഷനാണ്. വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇപ്പോഴും ഒരു 24 മണിക്കൂറിന് ശേഷം എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ ആളുകൾ ഇപ്പോഴും വീടുകളിൽ കിടപ്പുണ്ടോ, കുടുങ്ങി കിടപ്പുണ്ടോ? വിവരം ആളുകളുടെ മനോഭാവം ഇനി വെള്ളം ഇറങ്ങും, അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന്
സുഖമായിട്ടിരിക്കാം എന്നുള്ള രീതിയിൽ അങ്ങ് രണ്ടാം നിലയിലേക്ക് കയറിയിരിക്കുന്നു. പഴയ രീതിയിൽ തന്നെ ആളുകൾ ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. ഇത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അലാമിങ് കൊടുത്താണ്. അവരോട് പോരാൻ പറഞ്ഞാൽ അവർ വന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ അവർ വിളിച്ചു. ഇനി ഇറങ്ങാനിരിക്കുന്ന ആളുകൾ ഇന്ന് രാത്രി കൊണ്ട് വിളിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സാറിൻ്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് അനീഷ്, ഫയർ സ്റ്റേഷൻ കോട്ടയം. ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള അനീഷ് സാറാണ് നമ്മളോട് വിവരം പങ്കുവച്ചത്. അവർ 20 ഡെങ്കികൾ ഇറക്കിക്കൊണ്ട് ഇവിടെ നിന്നും ഉൾപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുമ്പ് അപ്പുറത്ത് സേവാഭാരതിയുടെ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട്. നമുക്ക് കാണാൻ കഴിയും ആ ഭാഗത്തു നിന്നാണ് മീനച്ചിലാർ കുറച്ചപ്പുറത്തുകൂടെ ഒഴുകി താഴേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഓരോ വഴികളിലൂടെയും വെള്ളം ഇരച്ച് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഭാഗങ്ങളിലുള്ള വീടുകൾ, ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഒക്കെ വെള്ളം കയറി കിടക്കുകയാണ്. എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഈ വീടുകളിലൊന്നും നിലവിൽ ആളില്ല. ഈ ഭാഗങ്ങളിലുണ്ടായിരുന്നവരെയൊക്കെ സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട്. അതേസമയം ആളുകൾ ഇപ്പോഴും വീടുകളിൽ തന്നെ ഇപ്പോഴും വെള്ളത്തിൻ്റെ ജലനിരപ്പ് താഴും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആൾക്കാർ ഇപ്പോഴും കഴിയുകയാണ്. പക്ഷേ കിഴക്കൻ വെള്ളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇനിയും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയും. നോക്കത്താ ദൂരത്തോളം അങ്ങനെ വെള്ളം കയറി കിടക്കുകയാണ്. ഇത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പട്ടിത്താനം മണർകാട്, അതായത് ഏറ്റുമാനൂർ പട്ടിത്താനം മുതൽ മണർകാട് വരെ എത്തിച്ചേരുന്ന ബൈപ്പാസാണ്. ഇതിലൂടെ ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. എറണാകുളം മേഖലയിൽ നിന്നും മറ്റുമൊക്കെ വരുന്നവർ, MC റോഡ് വഴിയൊക്കെ വരുന്നവർക്ക് KK റോഡിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ്. അങ്ങനെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഓരോ ദിവസം കടന്നു പോകുന്ന ഒരു റോഡിലാണ് ഇങ്ങനെ വെള്ളം കയറി ഇപ്പോൾ യാത്രാ തടസ്സം ഉണ്ടായിരിക്കുന്നത്. അപ്പുറത്ത് പോലീസ് മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും വെള്ളം കാണാൻ വരുന്നവർ നിരവധിയുണ്ട്. വെള്ളത്തിലിറങ്ങി കളിക്കാൻ വരുന്നവർ, റീൽസ് എടുക്കാൻ വരുന്നവർ, അങ്ങനെയൊക്കെ ധാരാളം ആളുകളുണ്ട്. ഇതൊക്കെ വലിയ അപകട സാധ്യത തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ചേട്ടാ, ഇത് എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്? വീട്ടിലേക്ക് പോകുന്ന വഴിയാണോ? ഇവിടെ ഞങ്ങൾ ഇവിടെ ചുറ്റുവെള്ളം, ബാത്റൂം പോകാൻ പറ്റത്തില്ല. അതുപോലെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ്, ദ്വീപ് പോലെയാണ്. അവിടെ നിന്ന് ഈ പച്ചക്കറി ആയിട്ട് ഞങ്ങളെ വീട്ടോട്ട് ചെല്ലുന്നു, അവിടെ കിടക്കുന്നു. രാവിലെ അവിടെ നിന്ന് വീട്ടിലൊക്കെ ബാത്റൂമൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? എന്താണ് അവിടുത്തെ ഒരു ബാത്റൂം ഇങ്ങനെ കിടക്കുക. നമ്മൾ വർഷങ്ങളെ അവിടെ കിടക്കുന്നതല്ലേ, നമുക്കറിയാം വെള്ളം പെട്ടെന്ന് അറിയിപ്പോ. പക്ഷേ ഇങ്ങനെ കിടക്കുന്നു, അത്രേ ഉള്ളൂ. അവിടെയൊക്കെ നിങ്ങളുടെയൊക്കെ അയൽവക്കത്തൊക്കെ ആളുകളുണ്ടോ? അയൽവക്കത്തെ ആൾക്കാരൊക്കെ അവിടെ ഈ കൂട്ടത്തിൽ അതൊക്കെയാണ് ഈ പോണേ, അത്രേ ഉള്ളൂ. കുട്ടികളൊക്കെ ഉണ്ടോ? വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടോ? അതോ? ഇല്ലില്ല, ഒരമ്മയുണ്ട്, ഇപ്പോൾ പ്രായമായിട്ടുണ്ട്. അപ്പം ഏതായാലും നിങ്ങൾ സേഫാണ്? സേഫാ, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ഏതായാലും ജലനിരപ്പ് പെട്ടെന്നങ്ങ് കയറി വരുന്ന ഒരു സ്ഥലമല്ല, വലിയൊരു തോതിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു സ്ഥലമല്ല. എന്നാൽ പോലും പ്രതിസന്ധിയുണ്ട്. ആളുകൾക്ക് വീട് വിട്ടു പോകുമ്പോൾ പല പല പ്രതിബന്ധങ്ങളുണ്ട്. കാരണം വളർത്തുമൃഗങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ സാധനങ്ങൾ വെള്ളം കയറി നശിക്കാതിരിക്കാനുള്ള ജാഗ്രത വേണം. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ആളുകളെ വീടുകളിൽ തന്നെ പിടിച്ചു നിർത്തുന്നത്. പക്ഷേ സുരക്ഷിതരായിരിക്കൂ എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടവും പോലീസും അതേപോലെ തന്നെ ഫയർഫോഴ്സും എല്ലാം നൽകുന്നത്. പക്ഷേ ആളുകൾ പലപ്പോഴും അതിനോട് മുഖം തിരിച്ച് നിൽക്കുന്നു. അത് വലിയ പ്രതിസന്ധിയായി മാറുന്നു. ജലനിരപ്പ് വീണ്ടും ഉയർന്നു കഴിഞ്ഞാൽ ഇവരെ പുറത്തു കൊണ്ടുവരിക പോലും വലിയ പ്രതിസന്ധിയായി മാറുന്ന ഘട്ടമുണ്ട്. ഏതായാലും ആളുകൾ ഇതിനോട് ഇപ്പോഴും കുറച്ച് ആളുകളൊക്കെ പോസിറ്റീവായി പ്രതികരിക്കുന്നെങ്കിലും പലരും ഇപ്പോഴും വീടുകളിൽ തന്നെ കഴിയുന്ന അവസ്ഥ തന്നെയാണ്. ജലനിരപ്പ് വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം താലൂക്കിൽ ജലനിരപ്പ് ഉയരുകയാണ്. മീനച്ചിൽ താലൂക്കിൽ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാണ്. അതിൻ്റേതായ പ്രതിസന്ധി കോട്ടയം താലൂക്കിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ കോട്ടയം താലൂക്കിൽ ഇനിയും 1-2 അടി കൂടി ജലനിരപ്പ് ഉയരാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ആളുകളോട് സുരക്ഷിതരായിരിക്കും എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കോട്ടയം ഏറ്റുമാനൂർ പൂവത്തുമൂട്ടിൽ നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. തൃശ്ശൂരിലും മഴ കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ടുകൾ ഒഴിയുന്നില്ല. മഴ കനത്താൽ മനക്കൊടി പുള്ള് റോഡ് ആഴ്ചകളോളം വെള്ളത്തിനടിയിലാണ്. വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും വാഹനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതും സ്ഥിരം സംഭവമായി മാറുകയാണ്. ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തൃശ്ശൂരിൽ നിന്ന് ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശ്ശൂരിൽ മഴ കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ടിന് അറുതിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുള്ള് മനക്കൊടി റോട്ടിലാണ്. ഈ ഒരു റോഡിന്റെ സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും വെള്ളക്കെട്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇത് 2 വശത്തും പാടമാണ്. ആ പാടത്തിൽ നിന്നും വെള്ളം റോഡിലേക്ക് കയറി ഇപ്പോഴും വെള്ളക്കെട്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പല വാഹനങ്ങൾക്കും ഈ റോഡ് മുറിച്ചു കടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി കൂടിയുണ്ട്. അതായത് ഇരുചക്ര വാഹനങ്ങളാണെങ്കിലും കാറുകളാണെങ്കിലും വളരെ പ്രയാസപ്പെട്ട് റോഡ് മുറിച്ചു കടക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ
പറ്റും? ഏകദേശം ഇത്രത്തോളം ദൂരം ഈ വെള്ളക്കെട്ട് ഇപ്പോഴും ഒഴിഞ്ഞു പോകാതെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. മഴ കുറഞ്ഞെങ്കിലും ഈ ഒരു വെള്ളക്കെട്ടിനൊന്നും യാതൊരു അറുതിയുമില്ല. ഇവിടുത്തെ പ്രദേശവാസികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാണ്. കാരണം ഈ ഒരു വെള്ളം ഒഴിഞ്ഞു പോകാത്ത സ്ഥിതിക്ക് വലിയ പ്രയാസപ്പെട്ട മറുകരയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും നാട്ടുകാരൊക്കെ ഇവിടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതിന്റെ യഥാസ്ഥിതി ഏത് രീതിയിലാണ് ഈ ഒരു വെള്ളം ഒഴുക്കിക്കളയാൻ പറ്റുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എന്താണ് ഒരു സാഹചര്യം, അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? അതിന് ഒരു അറുതി വരുത്തേണ്ട ഒരു സാഹചര്യമില്ല, അതെങ്ങനെയാണ് സാധിക്കുക? ഇത് തീർത്തും ശരിയാക്കണമെന്ന് വെച്ചാൽ ഈ റോഡ് ഉണ്ടല്ലോ, ഈ റോഡ് ഇവിടെ ഉയർത്തിക്കഴിഞ്ഞാലാണ് ഇതിന് പ്രശ്നപരിഹാരം ഉണ്ടാവുക. പിന്നെ മാത്രമല്ല, ഇതിൽ കാലാകാലങ്ങളിൽ വന്നടിയുന്ന ചണ്ടികൾ അത് KLDC അധികൃതരാണ് നീക്കേണ്ടത്. അത് കരാറുകാർക്ക് ടെൻഡർ കൊടുത്ത് കരാറുകാർ അവരുടെ സൗകര്യം നോക്കിയിട്ട് ചെയ്ത് വരുമ്പോഴാണ് ഈ വെള്ളം ഒഴിഞ്ഞു പോവാണ്ട് ഈ പാടശേഖരങ്ങളിൽ നിറഞ്ഞ് വീടുകളിലേക്ക് മറ്റുള്ളവർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പലവട്ടം ഇവിടുത്തെ പടവ് കമ്മിറ്റിക്കാരും പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോഡ് ഉയർത്തി കൊണ്ടുവന്നാൽ മാത്രമാണ് ഇത് മുന്നോട്ട് പോവുക. ഇത് നമ്മൾ തൃപ്രയാർക്കൊക്കെ പോകുമ്പോൾ ഏകദേശം 8 കിലോമീറ്റർ 9 കിലോമീറ്റർ എത്രയും ലാഭകരമാണ് മറ്റു വഴികളെ വിട്ടിട്ട്. അപ്പോൾ ഇതിലെ ധാരാളം വണ്ടികൾ പോകുന്നൊരു പ്രദേശമാണ്. ഇപ്പോൾ ഇന്ന് വെള്ളം കയറിയ കാരണം ചേർപ്പ് PWD അധികൃതർ വാഹനം നിരോധിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പല വാഹനങ്ങൾക്കും കേടുപാട് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇത്രത്തോളം ഉള്ളതുകൊണ്ട് ഈ ബമ്പറും അതുപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ കേടുപാട്, നമ്പർ പ്ലേറ്റ് ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ആളുകൾക്ക് അത് ബുദ്ധിമുട്ട് അങ്ങനെ വരുന്നുണ്ടോ? അല്ല, അത് കഴിഞ്ഞ കാലങ്ങളിൽ പല അപകടങ്ങളും ഇവിടെ വണ്ടി മറയുന്നതിനും മറ്റുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് വലിയ വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത്. ചെറിയ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കയറുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുവാഹനങ്ങളും പോകാത്ത സാഹചര്യം ഉണ്ടാവും എന്നാണ് നമുക്ക് ആമുഖമായിട്ട് പറയാനായിട്ടുള്ളത്. ഇതിപ്പോൾ വർഷങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ്. എന്ന് കനത്ത മഴ പെയ്താലും ഇവിടെ വെള്ളക്കെട്ട് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനൊരു യാതൊരു മാറ്റവും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ എന്താണ് പറയുക ചേട്ടാ, ഇതിപ്പോൾ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു കൃത്യമായൊരു പരിഹാരം വേണ്ടേ? തീർച്ചയായിട്ടും പരിഹാരം വേണം. ഇത് റോഡ് ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള പരിഹാരം. റോഡ് നന്നാക്കി ഉയർത്തണം. അതിനുശേഷം ചെറുവക 2 പാലങ്ങൾ കൂടി ഉണ്ട്. അതിൽ കൂടെ വെള്ളം എപ്പോഴും ഓവറായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റോഡ് നന്നായിട്ട് ഉയർത്തിയാൽ മാത്രമാണ് അത് കൂടുതൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതിന് നടക്കുള്ളൂ. അപ്പോൾ റോഡ് ഏറ്റവും മാക്സിമം ഉയർത്തി ഇവിടെ പണിയണം എന്നുള്ളതാണ് ഇതിനുള്ളൊരു ചെറിയൊരു പരിഹാരം. ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഇങ്ങനെ മഴ കണക്കുമ്പോൾ, പ്രത്യേകിച്ചും ഒരു താഴ്ന്ന പ്രദേശമാണ്, പാടമുള്ള പ്രദേശമാണ്. അപ്പോൾ ഈ സമീപത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ ഈ മഴക്കാലത്തൊക്കെ? ഇപ്പോൾ ഈ ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ മെയിനായിട്ട് വരാനുള്ള കാരണം എന്നുണ്ടെങ്കിൽ ഇവിടെ കോൾപ്പടവയിൽ മത്സ്യകൃഷികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ചീപ്പുകൾ അടച്ചേക്കാണ്. കൃത്യസമയത്ത് ചീപ്പുകൾ തുറക്കാത്തത് മൂലമാണ് വെള്ളം ഉയർന്നുകൊണ്ട് ആ സമീപ പ്രദേശത്ത് വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് നമ്മളിന്ന് രാവിലെ വന്നിട്ട് ഇവിടുത്തെ ചീപ്പ് നമ്മൾ തുറക്കുക ചെയ്തത്. ചീപ്പ് തുറക്കാനായിട്ട് ഇവിടെ മുൻകാലങ്ങളിൽ ഈ മത്സ്യകൃഷിക്കാരുടെ ഭീഷണി അടക്കമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ചീപ്പ് തുറക്കാൻ പറ്റില്ല, കാരണം അവർക്ക് മത്സ്യകൃഷി നടത്താനൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടുകാർ പോലും ഭയപ്പെട്ടിരിക്കുന്ന സമയത്താണ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ വന്നിട്ട് ഞങ്ങളിവിടെ ചീപ്പ് പൊളിച്ചു. അങ്ങനെ അവിടെ നിന്ന് വെള്ളം ഇപ്പുറത്തെ പടവിലേക്ക് വന്നു. അപ്പോൾ അതുമൂലം ആ ഭാഗത്തുള്ള വെള്ളക്കെട്ട് ഒഴിവായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അതുപോലെ തന്നെ കാഞ്ഞാണി പാടത്തതുപോലെ ചീപ്പുണ്ട്, അതും അടച്ചു വെച്ചേക്കായിരുന്നു. അതും ഞങ്ങളിന്ന് രാവിലെ പോയിട്ട് തുറന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വെള്ളം ഒഴുക്കുന്നുണ്ട് സ്വാഭാവികം. പിന്നെ മെയിനായിട്ട് വിഷയത്തിൽ ഈ ചണ്ടികൾ അതിന് കൃത്യമായി നീക്കം ചെയ്യാത്തത് കൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ കരുവന്നൂർ പുഴയിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഇനിയിപ്പോൾ ഇങ്ങോട്ടാണ് വരിക. ഇത് കഴിഞ്ഞിട്ടാണ് നേരെ NMR റെഗുലേറ്ററുള്ള വഴി കടലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനിയും ഈ റോഡിലെ വെള്ളം ഉയരാനാണ് സാധ്യതയുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു നാട്ടുകാർ വലിയൊരു ബുദ്ധിമുട്ടുള്ള, കാരണം ഇങ്ങോട്ടേക്ക് ഈ ഒരു മറുകരയിലേക്ക് എത്താൻ വളരെയധികം പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. ചേട്ടാ വാഹനം ഓടിക്കുന്ന ആളല്ല, അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഈ ഒരു വെള്ളക്കെട്ട് കിടന്ന് അപ്പുറത്തേക്കൊക്കെ പോകുക? വലിയ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അരയ്ക്ക് മേലെ വെള്ളങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അത് എത്തിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കുട്ടനാട് മേഖലയിലുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കാന ആശാസ്യമായിട്ട് കാന ഇപ്പോൾ അത് 1 മീറ്ററോളം ഉയരത്തിലാണ് വെള്ളം നിൽക്കുന്നത്.
ഇവിടെ ബണ്ട് കെട്ടിയിട്ട്. അപ്പോൾ അത് ആ ഉയരത്തിൽ നമ്മുടെ റോഡ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിഷയം. നമ്മളിപ്പോൾ നോക്കിയാൽ കാണാം ചണ്ടി നിറഞ്ഞു നിൽക്കുന്ന ഇതാണ് ഫീഡർ കനാൽ, മെയിൻ കനാൽ. ഇതിലാണ് വെള്ളം പോകുന്നത്. ഈ കനാലിൽ 1 മീറ്ററോളം ഉയരത്തിലാണ് വെള്ളം നിൽക്കുന്നത്. അപ്പോൾ അത് താന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്. അപ്പോൾ നമ്മൾ സംബന്ധിച്ച് ഇപ്പോൾ ഈ വെള്ളം തള്ളി പോകണമെങ്കിൽ ഇവിടെ നിന്ന് ചണ്ടിയും കാരണം മാറ്റണം. ഇപ്പോൾ ഈ ലോഡ് വരുന്നതുകൊണ്ട് പിന്നെ വണ്ടിക്കാരെ സംബന്ധിച്ച് ഇത് വെള്ളത്തിലൂടെ പൊന്തി കഴിഞ്ഞാൽ ഇതിന് ദിശ അറിയില്ല, എവിടെ റോഡ് എവിടെ തോടുന്നുള്ള. അങ്ങനെ വന്നിട്ടാണ് ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ പലരും ചാലി പോയിട്ടുള്ളൊരു വിഷയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അധികൃതർ അതിന് വേണ്ട കാര്യം ചെയ്യണം. പ്രസിഡന്റ് നേതൃത്വത്തിൽ അന്ന് ഇവിടുത്തെ PWD വലപ്പാട്, അമേരി, തൃശ്ശൂർ, ചേർപ്പ് അങ്ങനെ 3 പേരും ആൾ കോർഡിനേറ്റ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ പാടശേഖര സമിതിയായിട്ട് ഇന്ന് ഈ വെള്ളം മാറാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതാണ്, അതായത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പ്രദേശങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളാണ്, ഒരുപാട് വീടുകളുള്ള പ്രദേശമാണ്. അവിടേക്ക് അടക്കം വെള്ളം കയറാൻ ഉള്ളൊരു സാഹചര്യം. ഈ പാടമാണ് ഇരുവശത്തും. അവിടെ നിന്നും വെള്ളം ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ മഴക്കാലമായാൽ അത് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ആഴ്ചകളോളം ഒക്കെ ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. മാത്രമല്ല ഇനിയും മഴ കനക്കുകയാണെങ്കിൽ, മാത്രമല്ല പല ഡാമുകളും ഒക്കെ തുറക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ വീണ്ടും ഇവിടെ വെള്ളം ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഈ പ്രദേശവാസികൾക്കൊക്കെ വലിയ ഒരു ദുരന്തം വരുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു അപേക്ഷയാണ്. അവർ ഈ വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ ഒരു ദുരിതം അതിൽ നിന്നും കരകയറണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്തെ കനത്ത മഴയിൽ 15 പേർ മരിച്ചുവെന്നും 7 പേരെ കാണാതായി എന്ന് മുഖ്യമന്ത്രി. മരിച്ചവരുടെ സംസ്കാരത്തിനായി 10,000 രൂപ അടിയന്തര ധനസഹായം നൽകും. ക്യാമ്പുകളിൽ കഴിയുന്നവർ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ 10,000 രൂപ വീതവും നൽകും. വീടുകൾ നഷ്ടമായവർക്ക് 8 ലക്ഷം രൂപയും നൽകും. സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള ധനസഹായം നിലവിലെ 6 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമാക്കി ഉയർത്തിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇവരുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തരമായി 10,000 രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ഒരു കാർഡിൽ നിന്ന് 2 പേർക്ക് 300 രൂപ വീതം, അപ്പോൾ അത് ഇത് നിൽക്കുന്നത് വരെ അവർക്കൊരു ധനസഹായമായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഗതിയിൽ കിട്ടുന്നത് മരിച്ചവർക്ക് കിട്ടുന്നത് SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപ, CMDRF-ൽ നിന്ന് 2 ലക്ഷം രൂപ, പിന്നെ PMNRF-ൽ നിന്ന് 2 ലക്ഷം രൂപ. അങ്ങനെ 8 ലക്ഷം രൂപയാണ് മരിച്ചവർക്കുള്ള ധനസഹായം. പിന്നീട് നമുക്ക് നേരത്തെ നമ്മൾ ഈ മഞ്ചേശ്വരം ഉപ്പളപ്പുഴയ്ക്ക് കുറുകെ തകർന്നു കിടക്കുന്ന ദേറമ്പല പാലത്തിലെ കോൺക്രീറ്റ് തൂണുകൾക്കിടയിൽ കവുങ്ങ് കെട്ടിവെച്ചുള്ള നാട്ടുകാരുടെ പുഴകടക്കൽ നെഞ്ചിടിപ്പിക്കും. ഒരാഴ്ച മുമ്പ് പ്രദേശവാസിയായ യുവതി കുത്തിയൊഴുകുന്ന ഉപ്പളപ്പുഴയിലേക്ക് വീണതോടെയാണ് പാലം തകർന്നുള്ള അപകടയാത്ര പുറംലോകം അറിയുന്നത്. ദേറമ്പലയിൽ ഉപ്പള പുഴയ്ക്ക് കുറുകെ കോൺക്രീറ്റ് പാലം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കുത്തിയൊഴുകുന്ന ഉപ്പളപ്പുഴക്ക് കുറുകെ തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് പാലത്തിനിടയിൽ താൽക്കാലികമായി കവുങ്ങ് സ്ഥാപിച്ച് നാട്ടുകാർ ഇരുകര കടക്കുന്നത് നെഞ്ചിടിപ്പോടെ മാത്രമേ കാണാൻ സാധിക്കൂ. ഇവിടെ പാലം തകർന്നിട്ട് 4 വർഷത്തോളമായി. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ മടന്തൂർ, മീഞ്ച ഗ്രാമപഞ്ചായത്തിലെ ദേറമ്പള എന്നിവിടങ്ങളിലുള്ളവർക്ക് അപകടം പതിയിരിക്കുന്ന ഈ വഴിയല്ലാതെ തൽക്കാലം മറ്റു മാർഗങ്ങളില്ല. പുഴ കടക്കവേ പ്രദേശവാസിയായ യുവതി കവുങ്ങിൻ തടിയിൽ നിന്ന് പുഴയിലേക്ക് വീഴുകയും തുടർന്ന് സമീപവാസിയായ ഉദയൻ യുവതിയെ സാഹസികമായി രക്ഷപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ദേറമ്പള പാലത്തിന്റെ അപകടാവസ്ഥ പുറം ലോകം അറിയുന്നത്. സുഷ്മിത ബാക്കിൽ വരുമ്പോൾ ഒരു തല ചുറ്റ പോലെ ആയല്ല. ഞാൻ അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ വെള്ളത്തിൽ പോയി. അപ്പോൾ ഞാൻ ഓടി വരുമ്പോൾ വെള്ളത്തിൽ പോകുന്നു എനിക്ക് കണ്ട്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ ചാടി അവൾ രക്ഷപ്പെടുത്തു. ഇവിടെ കോൺക്രീറ്റ് പാലം പണിയാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇതൊരു പൊളിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരോടും ഇത് നാട്ടുകാരെല്ലാം കൂട്ടിയിട്ട് ഇത് ആക്കുന്നുണ്ട്. പിന്നെ MLA വന്ന് നോക്കുന്ന എൻ്റെ ശ്രമം ഞാൻ സഹിക്കുന്നു. എന്തായാലും ആന്നപ്പോൾ ആക്കുന്നില്ല. MLA പറഞ്ഞു ഭരോസ കൊടുത്തിട്ട് പോയിന്. പിന്നെ എന്ത് നമുക്ക് അതറിയാലേ. 200 രൂപ വരെ മുടക്കി ഓട്ടോറിക്ഷയിൽ കിലോമീറ്ററുകൾ ദിവസവും സഞ്ചരിക്കാൻ സാധിക്കില്ലെന്ന് യാത്രാ ദുരിതം വിവരിച്ച് പ്രദേശവാസികൾ പറഞ്ഞു. ഇപ്പോൾ ഇതിലെ പോകുന്ന നമുക്ക് ഒരു 5 മിനിറ്റിൽ ടൗണിൽ എത്തും ജോഡ്ക്കല്ല്. പിന്നെ ഇതിലെ പോകുന്ന കുറേ നമുക്ക് നടന്നിട്ട് പോകുന്ന ഒരു 1.5-3 മണിക്കൂർ വേണം. പിന്നെ ആരും നടന്നിട്ട് പോകുന്നില്ല, റിക്ഷ തന്നെ ഇതാ യൂസ് ആക്കുന്ന. ഞങ്ങൾക്ക് സ്കൂൾക്ക് പോകാൻ കുറേ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പോകാൻ 200 രൂപ റിക്ഷന്, വേറെ 200 രൂപ, ഒരു ദിവസത്തിൽ 400 രൂപ. അങ്ങനെ
കുറേ ബുദ്ധിമുട്ടാണ്. ഉപ്പളപ്പുഴക്ക് കുറുകെ ജില്ലാ പഞ്ചായത്ത് 2003 നിർമ്മിച്ച കോൺക്രീറ്റ് നടപ്പാലമാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. 2018 മഹാപ്രളയത്തിന്റെ അനുഭവത്തിൽ നിന്ന് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി എത്തിയ വെള്ളപ്പൊക്കം റാന്നിക്കാർക്ക് സമ്മാനിച്ചത് വൻ ദുരന്തമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായ പമ്പുടമ ജേക്കബ് ഉൾപ്പെടെയുള്ളവർക്ക് സർവ്വതും വെള്ളം കയറി നശിക്കുന്നത് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. ഞാൻ വന്നൊരു 15 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് നമ്മൾ സെയിൽസ് റൂമിൽ വെള്ളം കയറി. പിന്നെ ഉള്ള ഡോക്യുമെൻ്റ് എടുത്തുകൊണ്ട് പോകാമെന്നുള്ളത്. അത് കഴിഞ്ഞ് കുരുന്മേ കുരു പോലെ ആ വണ്ടി വന്ന് ഫ്രണ്ട് മാനസികമായിട്ട് നമ്മളങ്ങ് തളർന്നു പോയി. അതായത് പമ്പിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാനിവിടെ നിൽപ്പുണ്ട്, നമുക്ക് കാണാം ചില ഒരു ആ പയ്യന ഓയിലുകൾ ചിലത് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. വെള്ളത്തിൽ കൂടെ പോയി കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇനി പോട്ടെന്ന് പറഞ്ഞു. ഇനി പോകുന്ന പോട്ട് നമ്മൾ പിടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനും പ്രശ്നമാകാതെ അങ്ങനെ ലൂബ്രിക്കൻസ് നമുക്ക് നല്ലതായിട്ട് നഷ്ടമുണ്ട്. പിന്നെ ഞാനിപ്പം കാണിച്ച ബാരലിനകത്തൂടെ കണ്ടാമിനേറ്റഡായി. ജനറേറ്റർ ഇപ്പം പോയി, നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റം എല്ലാം പോയി. അതൊന്നും എടുക്കാനുള്ള നേരം കിട്ടിയില്ല നമുക്ക്. നമ്മൾ നല്ല ഉറക്കത്തിൽ നിന്നല്ലയോ ഓടി വന്നു, കിട്ടിയത് വാരി കോരി എടുത്തു കൊണ്ട് മേടി വെച്ചു. അപ്പോഴത്തേനും പമ്പ് ഓൾമോസ്റ്റ് പമ്പിൽ വെള്ളമായി. പിന്നെ ഇനി അടച്ചു വെക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അതാ നമ്മളുടെ പ്രതീക്ഷ പാളിപ്പോയത്. ഈ ഒരു വണ്ടിയുടെ അത്രയും സ്പീഡിൽ പോയില്ല, നമുക്ക് കുറച്ചൊക്കെ അവിടെ സേവ് ചെയ്യാൻ. പലയിടങ്ങളിൽ നിന്നായി കടം വാങ്ങിയും ലോണെടുത്തും 4 മാസം മുമ്പ് മാത്രം റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൽ സുധാകുമാരി ആരംഭിച്ച ഭക്ഷണശാല ഒരൊറ്റ നിമിഷം കൊണ്ടാണ് പ്രളയത്തിൽ ഒലിച്ചുപോയത്. പ്രായത്തിന്റെ ആകുലതകൾക്കിടയിലും തങ്ങളുടെ ഉപജീവന മാർഗം എങ്ങനെ വീണ്ടെടുക്കുമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് ഈ വയോജന ദമ്പതികൾ. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും നാളെക്കുറിച്ചുള്ള ആശങ്ക മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ളത്. റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൽ ഹോട്ടൽ നടത്തുന്ന സുധാകുമാരിയും ഭർത്താവിനും ഈ പ്രളയജലത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട കഥയാണ് പറയാനുള്ളത്. അവരുടെ ഉപജീവന മാർഗമായ ഹോട്ടൽ പൂർണ്ണമായും വെള്ളം കയറി നശിച്ച അവസ്ഥയിലാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഞങ്ങൾക്കൊരു നിവർത്തിയില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പൈസ എടുക്കാൻ ഞങ്ങളുടെ നിവർത്തിയില്ല. എല്ലാം ഇതിനകത്താക്കി കളഞ്ഞ് ഞങ്ങൾ കടമൊക്കെ എടുത്ത് ഒത്തിരി പൈസ കടമെടുത്ത. അത് ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് എത്ര നാളായി? 4 മാസം. എല്ലാം ലോണും ഒക്കെ എടുത്ത എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ മേല. അല്ല നമ്മളെ കൊണ്ട് എനിക്ക് സുഖമില്ലാത്ത ആശുപത്രി, ഷുഗർ, കോട്ടയത്തെ ചികിത്സ, അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങൾ ലോണും ഒക്കെ എടുത്താൽ സാറേ ഇത് എടുത്ത് ഇപ്പം ഈ അവസ്ഥയിലായി. കുടുംബശ്രീ നടക്കം ലോൺ എടുത്ത് കട തുടങ്ങിയതാ. അതിപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പം അവർക്ക് അത്തച്ചിട്ടി പൈസയൊക്കെ ഉള്ള അതിപ്പോൾ കൊടുക്കേണ്ടയാ. 19-ാം തീയതി ചിട്ടി അടയ്ക്കേണ്ടിയാ. അതിനൊന്നും ഒരു നിവൃത്തിയില്ല. എന്തെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുക. ഭാര്യയും ഭർത്താവും കൂടെയാണ് കട? ഞങ്ങൾ രണ്ടും കൂടെ. വേറെ ആൾക്കാരെ വെക്കാനുള്ള നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതുപോലും വെളി കളയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതുപോലെ കഷ്ടപ്പെടുക. അന്നേരം ഇങ്ങനെ. വീട്ടിലാരൊക്കെ ഉണ്ട്? ഞങ്ങൾ രണ്ടേ ഉള്ളൂ. മക്കളൊക്കെ? ഒരു മോളുണ്ട്, അവളെ കെട്ടിച്ചു. മോൻ ഞങ്ങളുടെ കൂടെ അല്ല. ഈ കടമൊക്കെ ഇനി എങ്ങനെ തീർക്കുമെന്ന്? ഇത് നിവർത്തിയില്ല. ഞങ്ങൾ ഇനി ഇത് തുടങ്ങാൻ വല്ല നിവർത്തി ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ വീണ്ടും കഷ്ടപ്പെടാമെന്നുള്ള ഒരു ഇതാ രണ്ടുപേർക്കും. മന്ത്രിയെ കണ്ടിരുന്നു? കണ്ടിരുന്നു. എന്താ പറഞ്ഞു? മന്ത്രി എന്നോട് പറഞ്ഞു സഹായിക്കാമെന്ന് പറഞ്ഞു. ഇത്രേ എല്ലാവരെയും സഹായിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ MLA വന്നപ്പോഴും ഞാൻ MLAയോടും പറഞ്ഞായിരുന്നു ഇതുപോലെല്ലാം അമ്മച്ചി വിഷമിക്കേണ്ട, നിങ്ങളീ കഴിവത് സഹായിക്കാമെന്ന് പറഞ്ഞു. ഈ കടയിൽ എന്തൊക്കെ നഷ്ടമായി? എത്ര രൂപയുടെ നഷ്ടം കാണും? അത് പറയാതെ എല്ലാം നശിച്ചു. ഒരാൾക്ക് മൈദ, പിന്നെ ഒരാൾക്ക് അരി, മസാലപ്പൊടി, എല്ലാ സാധനങ്ങളും പോയി. സിലിണ്ടർ 2 പോയി. എല്ലാം നശിച്ചു കിടക്കുക. എല്ലാം വെള്ളത്തിലായിരുന്നു. ഫ്രിഡ്ജ്, ഫാന് എല്ലാം വെള്ളത്തിലായി പോയി. ഇനിയിപ്പോൾ പുതിയതായിട്ടൊരു കട ഒന്ന് പുനഃസ്ഥാപിക്കണമെങ്കിൽ എല്ലാം വാങ്ങിക്കണം. ഒരു പൈസ പോലും ഇല്ല. എങ്ങനെയാണ് ദൈവത്തിന് മാത്രം അറിയാൻ. ഞങ്ങളൊരു 3 ദിവസം 4-ാമത്തെ ദിവസം ഉറങ്ങിയിട്ട് അന്നേരം തൊട്ട് ആദ്യം പിടിക്കാൻ എന്തോ ചെയ്യുമെന്ന്. വെള്ളം കയറുന്ന സമയത്ത് അറിഞ്ഞിരുന്നോ? ഇല്ല, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജീവനും കൊണ്ട് ഓടി. കാരണം ഒന്നും നോക്കാൻ പറ്റില്ല. വെള്ളം ആ റോഡിൽ കയറിയപ്പോഴത്തെ വെള്ളവും കയറി. ജീവനും കൊണ്ടുപോയി. അതല്ലേ ഏറ്റവും വലുത്. ഞങ്ങൾക്കൊന്നും മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. അടുക്കള മൊത്തം നശിച്ച് കിടക്കുക.
ഇത് തന്നെയാണ് അവരുടെ അവസ്ഥ. വളരെ പരിതാപകരമാണ്. 4 മാസമായിട്ടേ ഉള്ളൂ ഈ കട തുടങ്ങിയിട്ട്. പലയിടത്തു നിന്നും കുടുംബശ്രീന്നടക്കം പലയിടത്തു നിന്നും കടം വാങ്ങിയിട്ടാണ്, ലോൺ എടുത്തിട്ടാണ് ഈ കട തുടങ്ങിയത്. പക്ഷേ അത് യാതൊരു വിധത്തിലും ഇത്തരത്തിൽ പ്രളയം വന്ന് നശിക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. എല്ലാം സർവ്വതും നശിച്ചു. ഇനി ഈ കട പൂർണ്ണമായും പുതിയതായി തുടങ്ങണമെങ്കിൽ ഓരോ സാധനവും ആദ്യം തൊട്ട് വാങ്ങണം. വലിയ രീതിയിലുള്ളൊരു നഷ്ടമാണ്. ഏതെങ്കിലും തരത്തിൽ സഹായം ലഭിക്കുമോ എന്നാണ് ഈ പ്രായമായ രണ്ടുപേരും കരുതുന്നത്. അത്തരത്തിലുള്ള പ്രതീക്ഷ മാത്രമാണ് അവർക്കുള്ളത്. ക്യാമറമാൻ സഞ്ജുവിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. മലപ്പുറത്ത് കനത്ത മഴയിൽ പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു. പാണക്കാട് എടൈന പാലത്താണ് സംഭവം. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായി. കനത്ത മഴയിൽ ഇന്ന് രാവിലെ 8 മണിയോടെയാണ് പാണക്കാടിനടുത്ത് എടൈപ്പാലം കരുവാക്കുണ്ടിൽ മലയിടിഞ്ഞു തുടങ്ങിയത്. 9 മണിയോടെ വലിയ മൺകൂനയായി മരങ്ങളും കല്ലുകളും റോഡിലേക്ക് ഒഴുകി. മണ്ണിടിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഗതാഗതം നിരോധിക്കുകയും ജനങ്ങളെ ഇരുവശങ്ങളിലേക്കും മാറ്റുകയും ചെയ്തതിനാൽ വൻ ദുരന്തം ഒഴിവാവുകയായിരുന്നു. മണ്ണിടിച്ചിൽ ചിത്രീകരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ഇതിനിടയിൽ കൈരളി ക്യാമറമാൻ ജയേഷ് വില്ലോടി ക്യാമറയും ഉപകരണങ്ങളുമായി ഒഴുകിയെത്തിയ മണ്ണിൽ അകപ്പെട്ടു. ജയേഷിന് നിസാര പരിക്കുകളേറ്റു. നേരത്തെയും പലതവണ ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മണ്ണൊക്കെ ഒന്നായിട്ട് വന്നിട്ടാണ്. പിന്നെ ലാസ്റ്റാണ് ഈ ഒന്നായിട്ട് ഇടിഞ്ഞു. ഇത് ഒരു 2018 ഒരു ഇടിച്ചിൽ ഇടിഞ്ഞാണ് അവിടെ. എന്നാ വെള്ളം കയറിയ ടൈമിൽ 2019-18 ഇല്ലാത്ത കാരണത്തിൽ അന്ന് റോഡൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് രക്ഷപ്പെടും. ഇന്ന് ആ ഒരു അപകടത്തിൽ പെടാത്ത ആൾക്കാരവിടെ നാട്ടുകാരെല്ലാം കൂടിയും വണ്ടിയെല്ലാം കൂടിയും തടഞ്ഞു നിർത്തി. അതുകൊണ്ടാണ് ആരും പെടാതെ. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത്. നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. സമീപവാസികളെ ക്യാമ്പിലേക്ക് മാറ്റി. മഴ കനത്താൽ വീണ്ടും മലയിടിയാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാന പാതയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല. NDRF സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. മലപ്പുറം പാണക്കാടിനടുത്ത് എടൈപ്പാലത്ത് മണ്ണിടിച്ചിൽ വഴിയൊരുക്കിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള മണ്ണെടുപ്പ്. അതിദുർബല മേഖലയിൽ നഗരസഭയുടെയും ജിയോളജി വകുപ്പിന്റെയും അനുമതി കാലാവധി കഴിഞ്ഞും മണ്ണെടുത്തതായി ആരോപണം. മാനദണ്ഡങ്ങൾ പാലിക്കാതെ മണ്ണെടുത്തതാണ് പാണക്കാട് കരുവാക്കുണ്ടിൽ മലയിടിച്ചിലിന് ഇടയാക്കിയത്. നേരത്തെയും പലതവണ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ് നെടുങ്ങാട് കുന്ന്. അതിദുർബലമായ ഭൂപ്രകൃതിയുള്ള ഇവിടെ നഗരസഭയും ജിയോളജി വകുപ്പും മണ്ണെടുക്കാനും പാറ പൊട്ടിക്കാനുമുള്ള അനുമതി നൽകിയിരുന്നു. പരിസ്ഥിതി ലോല പ്രദേശത്ത് എങ്ങനെയാണ് മണ്ണെടുക്കാനും പാറ പൊട്ടിക്കാനുമുള്ള അനുമതി ലഭിച്ചത് എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. മാത്രമല്ല, അനുമതിയുടെ കാലാവധി ജൂൺ 20 കഴിഞ്ഞിരുന്നു. അതിനുശേഷവും മണ്ണെടുപ്പ് തുടർന്നു. സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ റിനീഷ പറഞ്ഞു. ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഴക്കാലത്ത് JCB വെച്ച് മാന്തിയതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ജിയോളജി പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവാം. മുനിസിപ്പാലിറ്റി 3000 സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിൽ മണ്ണെടുക്കാനുള്ള പെർമിഷൻ മുനിസിപ്പാലിറ്റിക്ക് നൽകാം. നേരത്തെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്തിട്ടുണ്ടാവണം. ഇതൊന്നും നമ്മുടെ ജനപ്രതിനിധികൾ ഇരിക്കുന്ന നഗരസഭാ യോഗത്തിലല്ല, കൗൺസിൽ യോഗത്തിലല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം എല്ലാം എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ സ്ഥാപനമായ ഇങ്കലിന് പെർമിഷൻ കൊടുക്കുന്നത് സർക്കാരാണ്. അതിൻ്റെ ടാക്സ് വാങ്ങിക്കുന്നത് സർക്കാരാണ്. ഇതിനോട് അധികാരികൾ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണോ ലൈസൻസ് കൊടുക്കുന്നത് നമുക്കറിയില്ല. ഇതിന് ദുരിതം ജനങ്ങൾക്ക് ഞങ്ങളാണ് പ്രയാസപ്പെടുന്നത്. ഇവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് അറിയുന്നത് ഞങ്ങളോടാണ് പറയുന്നത്. അപകടമുണ്ടായ കുന്നിന്റെ മറുഭാഗത്ത് പാണക്കാട് വ്യവസായ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മലമുകളിലായി ഒരു വിദ്യാലയവും പ്രവർത്തിക്കുന്നു. കുന്നിൻചെരുവിൽ റോഡിനോട് ചേർന്ന് അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് 200 മീറ്റർ മാത്രം അകലെയാണ് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട്. സമീപത്തായി മറ്റ് നിരവധി വീടുകളുമുണ്ട്. അപകടമുണ്ടായതോടെ പരസ്പരം പഴിചാരുകയാണ് വിവിധ വകുപ്പുകളും രാഷ്ട്രീയ നേതൃത്വവും. എന്നാൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർക്കാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. മഴക്കെടുതി നേരിടുന്നതിൽ വീഴ്ച പറ്റിയെന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി VD സതീശൻ വിവാദമായ ഹെലികോപ്റ്റർ യാത്രയിലും വിരുന്ന് സൽക്കാരത്തിലും വിശദീകരണം നൽകി. ഹെലികോപ്റ്റർ യാത്ര നടത്തിയത് സ്വകാര്യ ആവശ്യത്തിനല്ല, കൊച്ചിയിൽ നിക്ഷേപകരെ കാണാനെത്തിയതാണ്. അതേസമയം നിക്ഷേപകരുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്നും കഴിഞ്ഞ പ്രളയകാലത്ത് മുൻ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നോ എന്നും പരിഹാസ രൂപേണ മുഖ്യമന്ത്രി മറുപടി നൽകി.
മിന്നൽ പ്രളയമാണ് സംസ്ഥാനത്തുണ്ടായതെന്ന് മഴക്കെടുതിയുടെ തീവ്രത വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുന്നറിയിപ്പുണ്ടായിരുന്ന ജൂലൈ 31-നും ഓഗസ്റ്റ് 1-നും കളക്ടർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയും വേണ്ടത്ര ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ അപ്രതീക്ഷിതമായി രാത്രിയോടുകൂടിയാണ് തീവ്ര മഴയുണ്ടായത്. മുന്നറിയിപ്പ് നൽകുന്നതിലോ ഏകോപനത്തിലോ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിൽ IMD നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. എൽനിനോ പ്രതിഭാസമുണ്ടാകുമ്പോൾ IMDയ്ക്കും പരിമിതിയുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മിന്നൽ പ്രളയം എന്ന് പറയുന്നത് പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രി വൈകി വരെ ഒരു പ്രഡിക്ഷനും ഇല്ല, IMDയുടെ ഒരു പ്രഡിക്ഷനും ഇല്ല. രാത്രിയാണ് പെട്ടെന്ന് അതിതീവ്ര മഴയുണ്ടാവുന്നത്. അതിതീവ്ര മഴയുടെ ഏറ്റവും വലിയ സ്വഭാവം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവാക്യുവേഷന് വേണ്ടി പോലുള്ള സ്ഥലം ഉണ്ടാവില്ല. വളരെ രാത്രി വൈകിട്ടാണ് ഈ മുന്നറിയിപ്പ് മെസ്സേജ് പോകുന്നത്. IMDയുടെ ഇതിൽ പോലും അത് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. മഴക്കെടുതിയിൽ നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നടത്തിയ വിവാദമായ ഹെലികോപ്റ്റർ യാത്രയിലും വിരുന്ന് സൽക്കാരത്തിലും മുഖ്യമന്ത്രി വിശദീകരണം നൽകി. ഹീനമായ പ്രചാരണമാണ് തനിക്കെതിരെ നടത്തിയതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. പൊന്നാനിയിലേക്കുള്ള യാത്രക്കിടയിലും ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. 3 മണിയായപ്പോഴാണ് ആഹാരം കഴിച്ചത്. തനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേയെന്നും മുൻപ് പ്രളയസമയത്ത് പഴയ മുഖ്യമന്ത്രി നിരാഹാരം അനുഷ്ഠിച്ചിരുന്നോ എന്നും പരിഹാസം. ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്! എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്. സ്വകാര്യ സന്ദർശനത്തിനായി ഹെലികോപ്റ്റർ യാത്ര നടത്തിയില്ല എന്നും കൊച്ചിയിൽ നിക്ഷേപകരെ കാണാനാണെന്നും വിശദീകരണം. എന്നാൽ നിക്ഷേപകരുടെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ല എന്നും വാദമുയർത്തി. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിൻ്റെ അത് തീരുമാനം ഉണ്ടാകുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തല. മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകുകയും തീവ്രമഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാവിലെ കളക്ടർമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. CJP സമരത്തിലെ പോലീസ് നടപടി, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചതോടെ ലോക്സഭയും രാജ്യസഭയും തടസ്സപ്പെട്ടു. പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിന് സ്പീക്കർ ഓം ബിർള വിമർശിച്ചു. CJP സമരത്തിലെ പോലീസ് നടപടി, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ച ശേഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ താരങ്ങളെ ഇരുസഭകളും അഭിനന്ദിച്ചു. ഇതിന് പിറകെ പ്രതിപക്ഷാംഗങ്ങൾ സഭയ്ക്കകത്തും പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭ ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും തുടർന്ന് ഇന്നത്തേക്ക് പിരിഞ്ഞു. തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെ സ്പീക്കർ ഓം ബിർള വിമർശിച്ചു. आप नियोजित तरीके से सदन नहीं चलाना चाहते हैं। प्रश्नकाल महत्वपूर्ण होता है। मेरा आप सबसे आग्रह है. ബഹളങ്ങൾക്കിടയിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഭേദഗതി ബിൽ ചർച്ച കൂടാതെ ലോക്സഭ പാസാക്കി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ദി ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് രാജ്യസഭയും പ്രതിപക്ഷാംഗങ്ങൾ തടസ്സപ്പെടുത്തി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിൽ വരാത്തതിനെയും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. സദൻ में जब से सदन शुरू हुआ है तब से अमित शाह जी गायब हैं. सदन में अगर गृह मंत्री नहीं आएंगे, सदन में अगर प्रधानमंत्री नहीं आएंगे तो सदन की मूल्यों की क्षति कर रहे हैं. FCRA ഭേദഗതി ബിൽ ഈ ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം അയോധ്യ സംഭാവന ക്രമക്കേടിൽ പാർലമെന്റ് വളപ്പിൽ നാടകം അവതരിപ്പിച്ച പപ്പു യാദവ്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെതിരെ UP പോലീസ് കേസെടുത്തിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട സമരത്തിൽ രജിസ്റ്റർ ചെയ്ത FIRകൾ നിയമപരമായി പിൻവലിക്കാൻ ഡൽഹി സർക്കാരിനും മറ്റ് സംസ്ഥാന സർക്കാരുകൾക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീം കോടതി. കൊലപാതകം, ബലാത്സംഗം, ഭീകരവാദം തുടങ്ങി ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ മാത്രം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായി കണക്കാക്കി നിയമ നടപടി തുടരാം. ചെറിയ കുറ്റകൃത്യങ്ങളിൽ ആരോപണം നേരിടുന്ന വിദ്യാർത്ഥികളെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായി കണക്കാക്കേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരൊഴികെ വിദ്യാർത്ഥികൾക്കെതിരായി കേസുകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ചർച്ച നടത്തുമെന്നും സോളിസിറ്റർ ജനറൽ കോടതിയിൽ അറിയിച്ചു. പ്രശ്നം ആളിക്കത്തിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും ജാഗ്രത പാലിച്ചാണ് നടപടികളെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി.